എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നമ്മുടെ മലയാളം പരീക്ഷയിൽ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്, ചോദ്യഭാഗമാണ് ഉപന്യാസം തയ്യാറാക്കാം എന്നത് അല്ലേ. ഉപന്യാസം തയ്യാറാക്കാം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം, പത്രവാർത്ത, കത്ത് അല്ലേ, ഇതെന്താണ് എഡിറ്റോറിയൽ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് മലയാളം പരീക്ഷയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മിനിറ്റുകൾ കൊണ്ട് ഉപന്യാസം, മനോഹരമായ ഉപന്യാസം എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ തലങ്ങൾ, ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പോവുകയാണ് മക്കളെ. ഇപ്പോൾ ഉപന്യാസം വെച്ചാൽ എന്താണ്? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി എഴുതുന്നതിനെയാണ് ഉപന്യാസം എന്ന് പറയുക. അതിൽ നമ്മുടെ ആശയങ്ങൾ, അർത്ഥങ്ങൾ, സമകാലിക പ്രസക്തി, ഇന്നത്തെ കാലത്തിൻ്റെ പ്രസക്തി, പഴയ കാലവും ഇന്നത്തെ കാലവും ഒക്കെ താരതമ്യം ചെയ്ത് ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ആധികാരികമായി നല്ല ഭാഷയോടുകൂടി എഴുതുന്ന ലേഖനം അല്ലെങ്കിൽ ഉപന്യാസം എപ്പോഴും മലയാളം പരീക്ഷയ്ക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ മുത്തുമണികളെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തലക്കെട്ടാണ് അല്ലേ. തലക്കെട്ട് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഉപന്യാസത്തിൽ തലക്കെട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ തലക്കെട്ട്, നിങ്ങൾക്കൊരു വിഷയം കിട്ടിയാൽ, അതായത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളി എന്നൊരു വിഷയമാണെങ്കിൽ നമുക്ക് എന്തൊക്കെ തലക്കെട്ട് കൊടുക്കാൻ പറ്റുക അല്ലെ? സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളിയാണെങ്കിൽ ഒരു തീ അല്ലെ, ഒരു തീ എന്ന് കൊടുക്കാം, ഒരു തീ എന്ന് കൊടുക്കാം അല്ലേ. അത് തലക്കെട്ടാണ്. മുന്നോട്ട് ഒരു തലക്കെട്ട് കൊടുക്കാം. അത്തരത്തിൽ പ്രകൃതി ചൂഷണത്തിനെതിരായുള്ള എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക്, പ്രകൃതിയെ ഇല്ലാതാക്കുന്ന വികൃതി, ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ കൊടുക്കാൻ സാധിക്കുമല്ലേ. അപ്പോൾ ഉപന്യാസത്തിൽ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മക്കളെ തലക്കെട്ട്. തലക്കെട്ട് കൊടുക്കാതെ ഒരു ഉപന്യാസത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. രണ്ടാമത്തേതാണ് മക്കളെ വരിക ആമുഖം അല്ലേ. ആമുഖത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആമുഖം, ഇൻട്രൊഡക്ഷൻ വേണം. ഒരു ഉപന്യാസം ചോദ്യം കിട്ടിയാൽ ആ ഉപന്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇൻട്രോ വേണം, ഒരു ആമുഖത്തിൻ്റെ തുടക്കം, അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടക്കം വേണം. ആ ഒരു തുടക്കമായിരിക്കും അല്ലെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അതേപോലെ അവിടെ തുടക്കഭാഗം ഗംഭീരമായാൽ ഒടുക്ക ഭാഗവും ഗംഭീരമാകും. അതുകൊണ്ട് തന്നെ ഉപന്യാസത്തിന് രണ്ടാമതാണ് ആമുഖം. ആമുഖം വേണം, നല്ലൊരു തുടക്ക ഭാഗം വേണമെന്ന് സാരം. പിന്നെ എന്താണ് പറയുക, മൂന്നാമത്തെ പോയിന്റ് എന്താണ് മക്കളെ? ശരീരഘടന. അതായത് ശരീരഘടന. ഈ ശരീരഘടന എന്ന് പറയുന്നത് ഇതിലാണ് മെയിൻ പോയിന്റ്. ഈ മെയിൻ പോയിന്റ് നമ്മുടെ ഉപന്യാസത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ ആശയം, അർത്ഥം, സമകാലിക പ്രസക്തി, സന്ദേശം, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വരികളെല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഈ ഉപന്യാസത്തിൻ്റെ ജീവനുള്ള ഭാഗമാണ് ശരീരഘടന എന്ന് പറയുന്നത്. ബോഡി പാർട്ടാണല്ലേ. ഏതൊക്കെ ശരീരഘടന നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും? ശരീരഘടന നമുക്ക് ഏതൊക്കെ മക്കളെ പറയാൻ പറ്റും? നമുക്കിതിൻ്റെ ആശയം അല്ലെ, വിഷയത്തിൻ്റെ ആശയം പറയാൻ പറ്റില്ലേ? പിന്നെയോ അർത്ഥം, ഏത് വിഷയമാണ് പറയാൻ അർത്ഥം പറയാൻ പറ്റും. പിന്നെ സമകാലിക പ്രസക്തി, ആ വിഷയത്തിൻ്റെ ഇന്നത്തെ കാലത്തിൻ്റെ പ്രസക്തി. പിന്നെ പഴയതും പുതിയതും തമ്മിലുള്ള എന്താണ് മക്കളെ? തമ്മിലുള്ള താരതമ്യം. പഴയതും പുതിയതും തമ്മിലുള്ള താരതമ്യം എന്ന് പറയുന്നു. പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള താരതമ്യം ഇതിൽ പ്രകടമാണ്. പിന്നെ എന്താണ് പറയുക? സന്ദേശം. എന്തെങ്കിലും സന്ദേശമുണ്ടോ? അത് ഉൾക്കൊള്ളിച്ച് വേണം എഴുതാൻ. പിന്നെയോ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ വരികൾ വേണം, കോട്സ് വേണം അല്ലേ. ഗാന്ധിജിയുടെയോ അംബേദ്കറുടെയോ നെഹ്റുവിൻ്റെയോ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെയോ ആരുടെയും ആയിക്കോട്ടെ, കവികളുടെയോ എഴുത്തുകാരുടെയോ എന്തുമായിക്കോട്ടെ, വിഷയത്തിന് അനുസൃതമായിട്ട് വരികൾ, കവിതാ വരികളോ അല്ലെങ്കിൽ സിനിമ പാട്ടുകളോ, പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികളുടെ വചനങ്ങൾ എന്തുമായിക്കോട്ടെ, ആ ഒരു കോട്ട് എഴുതിയാൽ, ഒരു ഇൻവേർട്ടഡ് കോമയിൽ ആ ഒരു കോട്ടൊക്കെ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതും ചിന്തിക്കുക. പിന്നെ എന്താണ്? നിങ്ങളുടേതായ അഭിപ്രായം അല്ലേ, നിങ്ങളുടേതായ അഭിപ്രായം കൂടി എഴുതി വെക്കണം. കാരണം നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യവും നിങ്ങൾ ഉപന്യാസം സെറ്റായി വെക്കണം കേട്ടോ. ഏതിൽ? നമ്മുടെ ശരീരഘടനയിൽ. പിന്നെന്താണ്? ഇവിടെയാണ് നമ്മുടെ ഉപന്യാസത്തിൻ്റെ യഥാർത്ഥമായ മർമ്മമായ ഭാഗം. പിന്നെന്താണ് മക്കളെ? പാരഗ്രാഫ് അല്ലേ. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഗണ്ണിക തിരിച്ചെഴുതണം. പാരഗ്രാഫായിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ഒരു ഉപന്യാസം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഗണ്ണിക തിരിച്ച് എഴുതാൻ സാധിക്കണം. ഒരു പുറത്തിൽ കവ്യത എന്ന് പറഞ്ഞാൽ മിനിമം 3-4 ഗണ്ണിക വന്നിരിക്കണം. അപ്പോൾ ഗണ്ണിക തിരിക്കുമ്പോഴാണ് ഓരോ ശരികൾ നിങ്ങൾക്ക് വീഴുക. ടീച്ചർ ഒരു ഗണ്ണിക വായിച്ച് ശരിയിട്ടു, രണ്ടാമത്തെ ഗണ്ണിക ശരിയിട്ടു. അപ്പോൾ ശരികൾ കൂടുതൽ വാങ്ങാൻ പറ്റിയ ഭാഗമാണ് ഗണ്ണിക തിരിച്ചെഴുതുക. പാരഗ്രാഫ് എഴുതിയാൽ ഉപന്യാസത്തിന് കാണാൻ നല്ല ഭംഗിയും ഉണ്ടാകും, മാർക്കും കിട്ടും, ഒരു ആകർഷണവും ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. പിന്നെയുള്ളതാണ് അവസാനത്തതാണ് എന്ത്? ഉപസംഹാരം അല്ലേ. കൺക്ലൂഷൻ എന്ന് പറയും.
ഉപസംഹാരം എന്ന് പറഞ്ഞാൽ ബാഹുബലിയുടെ കൺക്ലൂഷൻ അല്ലേ, കൺക്ലൂഷനാണ്. ഉപസംഹാരം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കലാണ്. നിങ്ങൾ ഉപന്യാസത്തിന് നല്ലൊരു അവസാനം കൊടുക്കണം, നല്ലൊരു വരികളൊക്കെ ചേർത്തുകൊണ്ട് ഉപന്യാസത്തെ കുറച്ചും കൂടി മികച്ചതാക്കി ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ നല്ലൊരു അവസാനം കൊടുത്തുകൊണ്ട് നല്ല വരികളൊക്കെ കൂട്ടിച്ചേർത്ത്, എഴുത്തുകാരുടെ കവികളൊക്കെ വരികൾ കൂട്ടിച്ചേർത്ത് നല്ലൊരു അവസാനം കൂടി, നിങ്ങളുടെ അഭിപ്രായം കൂടി കൂടിച്ചേർത്തുകൊണ്ട് നല്ലൊരു അവസാനം കൂടി കൊടുത്താൽ മക്കളെ ഉപന്യാസത്തിന് നല്ലൊരു ഉപസംഹാരം കൊടുത്താൽ ഉപന്യാസം അടിപൊളിയെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ഉപന്യാസം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ആദ്യം എന്തുവാണ്? തലക്കെട്ട് കൊടുക്കണം, ആമുഖം എഴുതണം, ശരീരഘടന, അതായത് ആശയം, അർത്ഥം, സമകാലിക പ്രസക്തി, പഴയതും പുതിയതും തമ്മിലുള്ള താരതമ്യം, സന്ദേശം, വരികൾ, അഭിപ്രായം എന്നിവയൊക്കെ എഴുതാൻ മറക്കരുത്. പിന്നെ പാരഗ്രാഫ് ആക്കി തിരിച്ചിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ ഉപസംഹാരം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ഒരു നിഗമനവും നിങ്ങളുടെ അഭിപ്രായം എഴുതിക്കൊണ്ട് മനോഹരമായ ഭാഷയിൽ നിങ്ങളെന്ത് വേണം? ഉപസംഹാരവും കൊടുത്ത് ഉപന്യാസം അവസാനിപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച എൻ്റെ മക്കൾക്ക് ഉസാർക്ക് മുന്തിരിങ്ങ, ഉസാർക്ക് നാരങ്ങ, നല്ലൊരു ഉപന്യാസം എഴുതാൻ സാധിക്കും, നല്ല മാർക്കും വാങ്ങാൻ സാധിക്കും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.